നല്ല പടമായി. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ശിവ എന്ന് പറഞ്ഞ ആളെ ക്യാരക്ടർ കാണിക്കുമ്പോൾ തന്നെ നമ്മളെ കണ്ണ് നിറഞ്ഞു പോകും. ആ പയ്യൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അത് കോമഡി എന്നൊന്നും പറയാനില്ല, മൊത്തം സീരിയസ് ആയിട്ട് ഒരു എന്താ പറയുക, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുറച്ച് രണ്ട് വേറെ വ്യക്തികളെ കഥയാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന, അവസാനം അവൻ ഒറ്റപ്പെട്ടു പോകണം. നല്ലൊരു എന്താ പറയുക, നല്ലൊരു സിനിമയാണ്. ആരും പറയാത്തൊരു കഥയാണ്. ഉണ്ട്. കാരണം ഈ ചെറുക്കൻ തെരുവിക്കൂടെ നടന്നു പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അത് ഗംഭീരമായിട്ടുണ്ട്. ശരിക്കും യഥാർത്ഥത്തിലൊരു ഭ്രാന്തനെ പോലെ തോന്നുന്നുണ്ട്. ഈ നമ്മളെ ഈ റോഡുകളൊക്കെ ശരിക്കും അത് റിയലായിട്ട് തന്നെയാണ് അത് ചെയ്തേക്കുന്നത്. ഇത് മൂത്രമൊക്കെ ഇങ്ങനെ വന്ന് വരുമ്പോൾ കുടിക്കുന്ന സീനൊക്കെ ഉണ്ട്. അത് ഭയങ്കര നമുക്ക് തന്നെ ഒരു വെല്ലായ്മ ഒരു ഫീല് തോന്നും. താങ്ക് യു. ചാപ്പാക്കൂത്ത് കണ്ടു. ഒരു പക്ക നാടൻ ഗ്രാമീണ ഉള്ള സിനിമയാണ്. നമ്മുടെ ഹിമ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ലോകേഷ് എന്ന നായകവേഷം, ഒരു ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയാണ്. ആദ്യം മുതൽ അവസാനം വരെ ആ ഭ്രാന്താവസ്ഥ തുടർന്നു. ജീവിതത്തിൽ ലോകം മൊത്തം ഭ്രാന്തനായി കാണുമ്പോൾ അവസാനം വരെ ഭ്രാന്തനായി കാണുന്നൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ട് ലോകേഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹിമയുടെ ഗംഭീരമായിട്ടുള്ള സൈലൻ്റിൽ ഒരു നായകവേഷമാണ്. ഗ്രാമീണത ടച്ചൊക്കെ ചെയ്യേണ്ട പോലെ തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു സൈലൻ്റ് ക്ലാസിക് മൂവിയാണ്. നല്ലൊരു സിനിമയാണ്. എന്താ പറയുക, ഒരുപാട് സങ്കടം വന്നുപോയി. കാരണം ഒരു ചെറിയൊരു സിനിമ അത് വൻ വിജയമായി മാറുന്ന ഒരു സിനിമയാണ്. നല്ല അഭിനയിച്ച ഒരാളുണ്ട്. ആർട്ടിസ്റ്റിൻ്റെ പേരെനിക്കറിയില്ല, കാരണം തമിഴ് ആർട്ടിസ്റ്റാണ് അഭിനയിച്ചത്. പുള്ളി ഒരു പ്രാന്തനായിട്ട് അഭിനയിച്ചതാണ്. പിന്നീട് പ്രാന്ത് മാറി തിരിച്ചു വന്നിട്ടും ജനങ്ങൾ പ്രാന്തനെന്ന് വിളിക്കുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടാണ് ഹിമ നന്നായിട്ട് ചെയ്തു. ഹിമയുടെ ഒരു മൂവിയാണ്, അത് കാണാനാണ് ഇവിടെ വന്നത്. നല്ലൊരു മൂവിയാണ്, നല്ല സോങ്സ് ഉണ്ട്. എന്താ പറയുക, ഇത് അവാർഡ് കിട്ടേണ്ട ഒരു മൂവിയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു കൊറോണ ടൈമിൽ ഓരോരുത്തർ അനുഭവിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ നമുക്ക് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ഫീൽ ചെയ്തു. കാരണം ഒരു റൂമിൽ കിടന്നിട്ട് ഫുഡില്ല, ഒന്നുമില്ലാണ്ട് കൊറോണ ടൈമിൽ നമ്മൾ എന്താ അനുഭവിച്ചു അത് കാണിച്ചു. നല്ലൊരു സിനിമ, നല്ല സിനിമയാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. ഹിമാശങ്കറൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും അതിനകത്ത് നല്ല രീതിയിൽ ചെയ്തു. പിന്നെ ഡയറക്ഷൻ ചെയ്യുന്ന അജേഷ്, മഹേഷ്, ഇവർ രണ്ടും ഇരട്ട സംവിധായകരാണ്. ഒരു സിദ്ദീഖ് ലാൽ കൂട്ടുകെട്ട് പോലെ മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും സിനിമയ്ക്ക്. നല്ലൊരു മൂവി.